അതെ, ഇന്നെന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു സ്പെഷ്യൽ സാധനം. ഈ പഴം വെച്ചിട്ട് പല സ്പെഷ്യലും ഉണ്ടാക്കും. പക്ഷേ ഉച്ചക്കത്തെ ചോറിന് ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് എന്ത് സ്പെഷ്യലാണെന്ന് നോക്കിയാലോ? അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ നവമിയൊക്കെ ആയത് കാരണം ഉച്ചക്ക് വ്രതമല്ലേ. അപ്പോൾ എന്താ പറയുക, ഉച്ചക്ക് ചില സമയം ഒന്നുമില്ലാത്ത സമയത്തോ എന്താ പറയുക, എന്തെങ്കിലും വെറൈറ്റി വേണമെന്നൊക്കെ തോന്നുമോ? അങ്ങനെയുള്ളപ്പം വീട്ടിലുണ്ടായത് ഒരു പാക്ക് തൈര് ഉണ്ടായിരുന്നു. അപ്പോൾ അകത്ത് നേന്ത്രപ്പഴമുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം നോക്കുമ്പോൾ ഉച്ചക്ക് ചോറ് തിന്നിട്ട് ഇത് ടച്ച് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, തൊട്ട് നോക്കി മതിയാകുന്നില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായ ഒരു ഇതാണ്. വളരെ സിമ്പിളാണ്. എന്താ പറയുക, വളരെ സിമ്പിളാണ് മാത്രമല്ല, അത്രയും സാധനങ്ങളെ വേണ്ടൂ. 5 മിനിറ്റ് 10 മിനിറ്റ് പണി. എല്ലാം എടുത്ത് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റിൻ്റെ പണി. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. ഇത് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ പഴം ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിടുക. അത് പെട്ടെന്ന് വേകാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ആ പഴം ഒന്ന് വെന്ത് എന്താ പറയുക, കുറച്ചൊന്ന് അമർത്തിയാൽ ഞെങ്ങി അടിഞ്ഞ് കിട്ടുന്ന പാകത്തിലേക്ക് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വെന്ത് ഈ പഴം ഈ ഈ ഈ ഒരു വെള്ളത്തിൽ വേവെന്ന് വിചാരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഓരോ പഴത്തിൻ്റെ എന്താ പറയുക പാകത്തിനല്ലേ. ചിലപ്പം കുറച്ച് കുറച്ച് പാകം കുറഞ്ഞാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും അത് വെന്ത് കിട്ടെ. അപ്പോൾ ഇതിങ്ങനെ സ്പൂണ് വെച്ച് അടിക്കുമ്പോൾ നല്ല പാകം, അതായത് ഞെങ്ങി അമരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് പാകം. അപ്പോൾ അതുപോലെ ആകാൻ വേണ്ടി ഇത്രയും വെള്ളവും വെച്ച് നമുക്കത് നല്ലപോലെ വേവിച്ചെടുക്കാം. അതെ, നമ്മുടെ പഴം ഇങ്ങനെ വെന്ത് വെന്ത് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ അടിയുന്നുണ്ട്, പക്ഷേ അതിനുമില്ല, നല്ലപോലെ അടിയട്ടെ. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് അത് തയ്യാറാക്കേണ്ട, അതിൻ്റെ കൊയ്ക്കേണ്ട സാധനം കൂടി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വറ്റേണ്ടത് കാരണം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് അമരുന്ന തരത്തിലേക്ക് വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നാകട്ടെ. അതിനേക്കുള്ള അരപ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കുക. അതിനാവശ്യം കുറച്ച് തേങ്ങ എടുക്കുക. തേങ്ങയിലേക്ക് ഒരു ചെറിയൊരു മണത്തിനാവശ്യമായിട്ട് കുറച്ച് ജീരകം. അത് 2 തരം ജീരകം ഏതായാലും കുഴപ്പമില്ല. വലിയ ജീരകോട, ചെറിയ ജീരകോട. അതൊരു ചെറിയ ഫ്ലേവറിന് മാത്രം, അത് നിർബന്ധമൊന്നുമില്ല. അപ്പം തേങ്ങയിലേക്ക് കുറച്ച് ജീരകം. അതിന് ശേഷം അതിലേക്ക് വേണ്ടത് തൈരാണ്. നമുക്ക് അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു പുളിക്ക് ആവശ്യമുള്ള തൈര്. നമുക്ക് ഇവരെ ഒന്ന് മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. ഞാനിതാ നമ്മുടെ പഴം നല്ല അടിപൊളിയായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ട ഈ ഒരു പാകം, ഈ ഞെക്കുമ്പോൾ തന്നെ നല്ല ഇതുപോലെ മിക്സിയിൽ അടിക്കൊന്നും വേണ്ട, ഇങ്ങനെ സ്പൂണ് വെച്ച് കിട്ടുന്ന ഈ ഒരു പാകത്തിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ച് വെച്ച തേങ്ങയും തൈരും കൂടി ചേർക്കാം. തൈരെല്ലാം ഉള്ളിയല്ലേ, തൈര് തേങ്ങയെല്ലാം ഉള്ളിയല്ലേ. പിന്നെ ഈ പഴത്തിൻ്റെ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വേണ്ട കുറച്ചൊരു ഉപ്പ്, ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ തോതിൽ ഉപ്പും കൂടി ഇടാം. ഈ ഒഴിച്ച തൈരും ഈ തേങ്ങയും തൈരൊക്കെ ചേർത്ത് അരപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കുറുക്കി എടുക്കുക. നല്ല 2 മിനിറ്റ് അടുപ്പത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കുറുകിക്കോട്ടെ കേട്ടോ. കാരണം ആ പഴത്തിൻ്റെ ചാറും അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി ഒരുമിച്ചായിക്കോട്ടെ. അപ്പം മറക്കണ്ട, ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവർ ആണെങ്കിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പേജ് കയറിയതിന് ശേഷം ഈ വീഡിയോ എടുത്ത് ഈ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ അല്ലേ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് സൂപ്പറാണ് കേട്ടോ. താളിച്ചിടാൻ മറക്കല്ലേ, നമുക്ക് താളിച്ചും കൂടി ഇടണം ഇതിൽ. താളിച്ചിടുന്നത് ലേശം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയതും അതിൽ കുറച്ച് കറിവേപ്പില ചപ്പൂട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഇത് നല്ല മണമാണ്. ഇതും കൂടി ആകുമ്പോൾ അതിന് നല്ല ഫ്ലേവർ കിട്ടും. ഓക്കെ,
അപ്പം മറക്കണ്ട, നമ്മളെ ഈ സ്പെഷ്യൽ റെസിപ്പി വളരെ എളുപ്പം കഴിയും. അത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം ടാറ്റാ.